പിണറായി തമ്പുരാൻ നാടുവാണിയിടും കാലം സംഘിയും സഖാവുമെല്ലാം ഒന്നുപോലെ എന്ന് ആധുനിക കേരളത്തെ നോക്കിയിട്ടൊരു പാട്ടുപാടിയാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. 10 വയസ്സ് മാത്രം പ്രായമുള്ള 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന തന്റെ ശിഷ്യഗണങ്ങളിൽ ഒരു കുട്ടിയെ അതിക്രൂരമായി ലൈംഗിക പീഡനം നടത്തിയ കുനിയിൽ പത്മരാജൻ എന്ന പപ്പൻ മാഷ് കഴിഞ്ഞ ദിവസം പരോളിലിറങ്ങി. സാധാരണ കിട്ടാറുള്ളത് 3 ദിവസമാണ് എങ്കിൽ ജയിൽ DGPയുടെ പ്രത്യേക പരിഗണനയിൽ 15 ദിവസമായി എക്സ്റ്റെൻഡ് ചെയ്തു. വീണ്ടും ആഭ്യന്തര വകുപ്പിന്റെ പ്രത്യേക കൺസിഡറേഷൻ കൊടുത്ത് അത് വീണ്ടും 12 ദിവസം കൂട്ടിക്കൊടുത്തു. അങ്ങനെ ഒരു മാസക്കാലം ഒരു കുഞ്ഞുവാവയെ അതിക്രൂരമായി ലൈംഗിക പീഡനം നടത്തിയ ഒരു സംഘിക്ക് പരോള് ചട്ടം ലംഘിച്ച് അനുവദിച്ചു കൊടുക്കുന്നുവെങ്കിൽ സംഘിക്കും സഖാവിനും ഈ രാജ്യത്ത് കേരളത്തിൽ ഒരുപോലെ സുഖവാസത്തിന്റെ സുവർണ കാലഘട്ടമാണ് പിണറായി തമ്പുരാൻ നാടുവാണിയിടും കാലം. അതങ്ങനെ പാടുമ്പോൾ അത്ഭുതപ്പെടാനില്ല. ഒന്നോർത്തു നോക്കൂ, ഒരു കുഞ്ഞുവാവെ ഇത്രമാത്രം നിഷ്ഠൂരമായി പീഡിപ്പിച്ചവന് വേണ്ടി എന്തെല്ലാമാണ് ആഭ്യന്തര വകുപ്പ് ചെയ്തത്. പപ്പൻ മാഷ് എന്ന സംഘിയെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ എന്തെല്ലാം കളികൾ കാണിച്ചു. ഒടുവിൽ ആ മനുഷ്യന് ജീവപര്യന്തം അതിന്റെ ഏറ്റവും നീതീകരണത്തിന്റെ വിധി വന്നപ്പോ അത് ഹിന്ദു ആയതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ പ്രതിഷേധിച്ചതെന്ന് കേരളീയ മതേതര സമൂഹത്തെ നോക്കിയിട്ട് പൊന്നലം കൊത്തിയത് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ P. ഹരീന്ദ്രനാണ്. ഒന്നോർത്തു നോക്കൂ, 2020 ആ കൊറോണ കാലത്ത് നടന്ന ആ ആക്രമണത്തിൽ ആ കുഞ്ഞിന് വേണ്ടി നീതിക്ക് വേണ്ടിയിട്ട് ആ കുടുംബം എത്രമാത്രം വലിയ അസഹിഷ്ണുതമായ നിങ്ങളുടെ ഈ ഒളിയമ്പുകളെ സഹിക്കേണ്ടി വന്നു. ഒടുവിൽ അവിടുത്തെ DYSPക്ക് കൊടുത്ത ആ പരാതി പാനൂർ സ്റ്റേഷനിലേക്ക് വന്നു. പാനൂർ സ്റ്റേഷനിൽ നിന്ന് കൃത്യമായി കുനിയിൽ പത്മരാജൻ എന്ന പപ്പൻ മാഷിനെ രക്ഷപ്പെടുത്താനുള്ള സർവ്വതന്ത്രങ്ങളും അതിലെ കാക്കിയൊടുപ്പെട്ട സംഘി പോലീസ് പണിയെടുത്തു. അതിൽ അതിർത്തി നേടിയ കുടുംബവും അഭ്യുദയകാംക്ഷികളും വലിയ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയപ്പോഴാണ് ക്രൈംബ്രാഞ്ചിന് കൊടുത്തത്. 90 ദിവസം കുറ്റപത്രം സമർപ്പിക്കാൻ ഉണ്ടായിരിക്കെ 90 ദിവസം തികയാൻ മണിക്കൂറുകൾ ശേഷിക്കുന്ന നേരത്ത് കുറ്റപത്രം സമർപ്പിച്ച് കുനിയിൽ പത്മരാജന് പോക്സോ പോലും ഇല്ലാതെ അനായാസം രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടാക്കി കൊടുത്ത FIR സമർപ്പിച്ചതും പിണറായി വിജയന്റെ പോലീസാണ്. അപ്പോഴും ജനകീയ സമരങ്ങൾ ഊറ്റം കൊണ്ടു. ഒടുവിൽ എല്ലാ മറകളെയും നീക്കി ആ മനുഷ്യന് യഥാർത്ഥത്തിൽ കിട്ടേണ്ട അർഹതയുള്ള ആ വിധി വന്നു. ഏതാണ് ആ വിധി? ജീവപര്യന്തമാണ്. ആ സന്ദർഭത്തിലും നിങ്ങൾ പറഞ്ഞത് എന്താണ്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഹിന്ദു ആയതുകൊണ്ടല്ലേ പ്രതിഷേധിക്കുന്നതെന്നാണ്. ഇത് ആരുടെ മണ്ഡലമാണെന്നതാണ് രസാവഹവും വിചിത്രവുമായ കാര്യം. ശിശുക്ഷേമ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ആരോഗ്യമന്ത്രിയായ KK ശൈലജ എന്ന CPMന്റെ സഖാക്കളുടെ സിംഗമായ വനിതയാണ്. തന്റെ മൂക്കിന് തുമ്പുള്ള ഈ കുഞ്ഞുവാവയുടെ ആർത്തനാദങ്ങളും ദീനരോധനങ്ങളും അവർക്ക് നേരെ ഉണ്ടായ അക്രമങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാനും നീതി മേടിച്ചു കൊടുക്കാനും കഴിയാതെ പോയ ഏറ്റവും വലിയ ഹതഭാഗ്യതയുടെ പേരുകൂടിയാണ്, ഏറ്റവും വലിയ ക്രൂരതയുടെ മുഖം കൂടിയാണ് KK ശൈലജ. അതുകൊണ്ടൊന്ന് പറയാം, പിണറായി തമ്പുരാൻ നാടുവാണിയിടും കാലം സംഘിയും സഖാക്കൾക്കുമെല്ലാം സുഖവാസത്തിന്റെ കാലമാണ് എന്ന് അസന്നിഗ്ധമായി നമുക്ക് പാടിവെക്കാം.